വ്യൂവേഴ്സ്, മൗനരാഗത്തിന്റെ നാളത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ മനു ആ ഒരു വിവാഹ വേദിയിൽ എത്തുകയാണ്. അപ്പം രാഹുലാണ് പുള്ളിക്കാരന്റെ സാരഥിയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയതും വധുവിന്റെ വീട്ടുകാരും ഒക്കെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ രാഹുൽ ചിരിച്ച മുഖത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങി കേട്ടോ. രാഹുലിനെ കണ്ട പാടെ തന്നെ നമ്മുടെ നിഷയുടെ അച്ഛൻ പറഞ്ഞു, അല്ല രാഹുലെ, നീ എന്താ ചെറുക്കൻ കൂട്ടരുടെ കൂടെ വന്നത്? നിന്നെ ഞാനല്ലേ വിവാഹത്തിന് ക്ഷണിച്ചത്? എടോ, താൻ ക്ഷണിച്ചതൊക്കെ ശരി തന്നെയാണ്. ഇത് മനുവിന്റെ കല്യാണം ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് വരന്റെ കൂടെ തന്നെ വന്നത്. നിങ്ങൾ തങ്ങളിൽ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ രാഹുലിനെ പറ്റി അബദ്ധം പിടികിട്ടുന്നത്. രാഹുല് ഈ നാടകം കളിക്കാൻ ഇറങ്ങി തിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനു പറഞ്ഞായിരുന്നു, അതെ, ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കള്ളപ്പേര് റോഹൻ എന്നാണ്, അതുകൊണ്ട് തന്നെ എന്നെ റോഹാന്നെ വിളിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അബദ്ധം വെച്ചാൽ നമ്മുടെ രാഹുലിന്റെ വായിൽ നിന്നും മനു എന്നുള്ള പേരും വന്നു. അങ്ങനെ മനു നമ്മുടെ രാഹുലിനെ നോക്കിയിട്ട് കണ്ണുരുട്ടാൻ തുടങ്ങി. അപ്പൊ തന്നെ അത്യാവശ്യം ബുദ്ധിരാക്ഷസനാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവനെ ഞങ്ങളെല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇവനെ വിളിക്കുന്നത് മനു എന്ന് തന്നെയാണ്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ മനു എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തായാലും തെറ്റിദ്ധരിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെണ്ണിന്റെ വീട്ടുകാര് വലിയൊരു ഹാരമൊക്കെ എടുത്ത് പുള്ളിക്കാരന്റെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ മനോഹരനെ കൂട്ടി ആ ഒരു മണ്ഡപത്തിലേക്ക് വരികയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും കൂടെ റെഡിയായി. അപ്പം വിവാഹത്തിന് പോവാനായിട്ട് നല്ല രീതിയിലൊക്കെ ഒരുങ്ങി ഇവരിങ്ങനെ ഇറങ്ങുന്ന സമയത്താണെങ്കിലോ നമ്മുടെ കിരൺ പറഞ്ഞു, അതെ കല്യാണി, നീ മേഘ്നയും കൂട്ടിയിട്ട് കല്യാണത്തിനൊക്കെ പോവാണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവളുടെ വീട്ടുകാര് ഏതൊക്കെ രീതിയിൽ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും നീ വേണം അത് പരിഹരിക്കാനായിട്ട്. അവൾക്ക് അധികം പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ മേഘ്നയെയും അതുപോലെ തന്നെ കല്യാണിയും അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രാഹുലാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക. ഇവിടെ വന്നിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ എങ്ങാനും തൻ്റെ മകള് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഇടപാട് തീർന്നു. ഈ ഒരു ചിന്തയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലോ അങ്ങോട്ടേക്ക് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും കൂടി വന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇവർ രണ്ടുപേരെയും കാണുമ്പോഴത്തേക്കിനും ബഗാസുരൻ അങ്ങ് ഞെട്ടി. ഈശ്വര, ഇവരെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ അയാൾക്കൊരു കാര്യം പിടികിട്ടി. അല്ല, ഈ കൂടെ വരുന്ന പെങ്കൊച്ച് നല്ല പരിചയം ഉണ്ടല്ലോ. ഈശ്വര, ഇത് ഇയാളുടെ മൂത്ത മകളല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മേഘ്നയെ നോക്കിയിട്ട് രാഹുൽ ഇങ്ങനെ പെറുപെറുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും നമ്മുടെ മേഘ്നയും അതുപോലെ തന്നെ കല്യാണിയും കാറിൽ നിന്നൊക്കെ ഇറങ്ങി അവരിങ്ങ് നടന്നു വരുന്ന ആ ഒരു സമയത്ത് ബഗാസുരൻ പാഞ്ഞു വരികയാണ് മനുവിന്റെ അടുത്തേക്ക്. വന്ന പാടെ തന്നെ മനുവിനോട് പറഞ്ഞു, എടാ പണി പാളി, ഈ മണ്ഡപത്തിലേക്ക് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ ഇപ്പൊ നീ കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ, ആ പെണ്ണിന്റെ ചേച്ചിയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി തലക്ക് കൈകൊടുത്ത് നിൽക്കുകയാണ് നമ്മുടെ മനു. എന്നിട്ട് അവൻ പറഞ്ഞു, എടോ, താൻ എന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിക്കടോ. ഈ സമയത്ത് എനിക്ക് ഒരു ബുദ്ധിയും വരുന്നില്ല. നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിയോ വകതിരിവോ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നീ രക്ഷപ്പെട്ടോ, ഇവിടുന്ന് ഇറങ്ങി ഓടുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞ് നമ്മുടെ രാഹുലാണെങ്കിൽ മനുവിനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ മനു ആണെങ്കിൽ, എന്തെങ്കിലും ചെയ്യാതെ ഇപ്പൊ പറ്റത്തില്ലല്ലോ, കല്യാണ ചെറുക്കനല്ലേടോ ഞാൻ ഇവിടുന്ന് എങ്ങനെ ഓടി പോകുന്നതെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ തിടുക്കം കൂട്ടുകയാണ്. അപ്പോഴത്തേക്കിനും രാഹുൽ പറഞ്ഞു, അവരിവിടെ എത്താറായി, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ രണ്ടുപേരും തല്ലുകൊണ്ട് ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബുദ്ധിരാക്ഷസനായിട്ടുള്ള മനോഹരനാണെങ്കിലോ ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ കൂട്ടുകാരനെയും വിളിച്ചിട്ട് പുള്ളിക്കാരനാണെങ്കിലോ ഒരു റൂമിൽ കയറി വാതിലങ്ങ് അടച്ചു. അതിനുശേഷം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, എടാ എന്ത് ചെയ്യൂടാ, കല്യാണത്തിന് ഇനി അധികം നേരവും ഇല്ല, മുഹൂർത്തം ഇങ്ങ് അടുക്കുകയും ചെയ്തു. ഇപ്പതാ ആ മേഘ്നയും അതുപോലെ തന്നെ ആ കല്യാണി ഇവിടെ വന്നിട്ടുണ്ട്. ഈശ്വര, കിരണിനോടൊക്കെ ഞാൻ പറഞ്ഞത് ഈ ബന്ധമൊക്കെ ഞാൻ ഉപേക്ഷിച്ചെന്നും ഞാൻ നന്നായെന്നും ഒക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ എനിക്കറിയത്തില്ല അവനോട് എന്ത് പറഞ്ഞാൽ പിടിച്ചു നിൽക്കേണ്ടതെന്ന്. എടാ എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞു താടാന്നും പറഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മുടെ മനു ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ അവൻ പറഞ്ഞു, എടാ ഒരു പണി ചെയ്താലോ, നമുക്ക് ഉത്തരേന്ത്യക്കാരൊക്കെ കല്യാണം നടത്തുന്നത് പോലെ ഈ മുഖത്തൊക്കെ മുല്ലപ്പൂ വെച്ച് മാലയൊക്കെ കെട്ടി അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഇത് മൊത്തം മറച്ചിട്ടുള്ളൊരു സെറ്റപ്പ് ചെയ്താലോ. എടാ അതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? നീ വിഷമിക്കണ്ട, എന്തായാലും ഞാൻ അതിനൊക്കെയുള്ളൊരു പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ
മനുവിന്റെ കൂട്ടുകാരൻ ആ ഒരു സംഭവമൊക്കെ ഒപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ഓടുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും കൂടി വധുവിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ ഇരിക്കുന്ന ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന പാടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ മേഘ്നയുടെ അനുജത്തി നിഷ ഭയങ്കര ബഹളം ഉണ്ടാക്കി. അതെ അച്ഛാ, അച്ഛനോട് ഞാൻ പല ആവർത്തി പറഞ്ഞതാ എന്റെ കല്യാണത്തിന് ഇവളെ മാത്രം ക്ഷണിക്കരുതെന്ന്. എന്നിട്ട് അച്ഛൻ എന്താ ചെയ്തത്? എന്റെ കല്യാണം കൂട്ടിച്ചോറാക്കാൻ വേണ്ടി തന്നെയാണോ ഇവളെ വിളിച്ചു വരുത്തിയത്? എന്റെ റോണിയേട്ടൻ എങ്ങാനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ഞങ്ങൾ നാണം കെട്ട് നാറൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ മേഘ്നയാണെങ്കിൽ തൻ്റെ അനുജത്തിയെ കാണാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹമായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം ആദ്യം അവളുടെ അച്ഛൻ പറഞ്ഞു, മോളെ മേഘ്നെ, അച്ഛൻ പറയുന്നത് മോളൊന്ന് അനുസരിക്ക്. ദേ മോളെ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ദേ നിന്റെ അനുജത്തിക്കും നിന്റെ അമ്മയ്ക്കും ഒന്നും തീരെ ഇഷ്ടപ്പെടില്ല. പിന്നെ അവരെൻ്റെ മോളെ ഇട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ട അച്ഛനും സങ്കടം വരും. അതുകൊണ്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ മോള് കേക്ക്, മോളിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അതെ അവളുടെ അനുജത്തിയുടെ വിവാഹം കാണാനായിട്ട് അവൾക്ക് അത്ര കണ്ട ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു ഈ പെങ്കൊച്ചിനെ ഇങ്ങനെ മാറ്റി നിർത്താനായിട്ട്? സമ്മതിക്കണം, ഈ സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പരിഗണന കിട്ടേണ്ടുന്ന നേരമാണ്. ആ നേരത്താ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ സംസാരിച്ചതും ആ അച്ഛന് നല്ലൊരു കുറ്റബോധമൊക്കെ ഉണ്ട്. ശരി മോളെ, നീ തന്നെ അവളെ പോയി കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മേഘ്നത അനുജത്തിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, വാങ്ങിക്കൂട്ടാൻ വേണ്ടി തന്നെ. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും അവിടെ ചെറുക്കനെയും കൂട്ടരെയും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മുടെ ബഗാസുരനാണെങ്കിൽ ആ ഒരു പരിസരത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ ചെറുക്ക മനു ആണെന്നെങ്ങാനും അറിഞ്ഞാൽ സകല ഇടപാടും പൂട്ടും. അങ്ങനെ നമ്മുടെ മനോഹരൻ കൂട്ടുകാരൻ ഒപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു മുല്ലമാലയൊക്കെ എടുത്ത് കെട്ടി വേറൊരു കോലത്തില് വേറൊരു സെറ്റപ്പില് അങ്ങ് അവതരിക്കുകയാണ്. അപ്പം ഈ വിശേഷങ്ങൾക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. രാവിലെ നമ്മൾ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും. കാണാത്തരിവ് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.